Origins Cock, Avatar, Fire and Ash. സാക്ഷാൽ ജെയിംസ് കാമറൂൺ സിനിമ 2009 അവതാർ കാണുന്ന സമയത്ത് അത് ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു. 2009 2012 ഇറങ്ങി, അതായത് സിനിമ 2012 ഇറങ്ങി. അതൊരു ഞെട്ടിച്ച സാധനമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് അവതാർ വരുന്നത്. അപ്പം ജെയിംസ് കാമറൂൺ സിനിമയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവൽ സ്കൈ ഹൈ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അങ്ങനെ അത് കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഒരു വേറൊരു ലോകം, ഇതുവരെ കാണാത്തൊരു പ്രത്യേക ലോകം. അത് 3D, പിന്നെ ടെക്നിക്കൽ ക്വാളിറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. കോഴിക്കോട് ക്രൗൺ എന്നായി കണ്ടത് അന്ന്, മറ്റേ നീളമുള്ള ക്രൗൺ, നല്ല നീളമുള്ള ക്രൗൺ, ഇപ്പോഴത്തെ മറ്റേ കഷ്ണം വെട്ടി ക്രൗണല്ല. അപ്പോൾ അന്ന് അത് കണ്ട് പിന്നെയാണ് 2022 അവതാർ ദ വേ ഓഫ് വാട്ടർ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ അവതാർ കഴിഞ്ഞ് രണ്ടാമത്തെ അവതാറിലേക്ക് വരുന്ന സമയത്ത് ആ വേൾഡ് മാറി, ഇത് കടലായി മാറി. അപ്പോൾ അത് ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ അണ്ടർ വാട്ടർ അതുപോലത്തെ സീൻസ്, അവിടെ കടലിലുള്ള ജീവികൾ, ഇയാൾ ക്രിയേറ്റ് എടുക്കുന്ന ഈ ക്രീച്ചേഴ്സ് ഉണ്ടല്ലോ. പിന്നെ അത് വളരെ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അങ്ങനെ ഇപ്പോൾ അവതാർ ഫയർ ആൻഡ് ആഷിലേക്ക് വരുന്ന സമയത്ത് അതായത് ടെക്നിക്കലി ദ ബെസ്റ്റസ്റ്റ്, ഇതിലും ടെക്നിക്കലി ക്വാളിറ്റി ഉള്ള മികച്ചൊരു സിനിമ ലോകത്തില്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷെ അത് മാത്രമേ ഉള്ളൂ, ഒരു വൗ ഫാക്ടർ ഇല്ല. അതായത് ഒരു 3 മണിക്കൂർ 17 മിനിറ്റ് ഉണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ. അതായത് ആദ്യമൊക്കെ കുറേ സ്റ്റോറി വീണ്ടും ബിൽഡിങ്, അതായത് വളരെ ഫ്ലാറ്റായിട്ടുള്ള സ്ക്രീൻ പ്ലേ. അതായത് വിഷ്വൽസ്, സൗണ്ടിങ്, VFX, പെർഫോമൻസ്, സ്കോർ എല്ലാം ടോപ്പ് നോച്ച്. അത് ഞാൻ പറഞ്ഞേ ദ ബെസ്റ്റസ്റ്റാണ്. ഇതിലും മികച്ചതില്ല, ലോകത്ത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. പക്ഷേ അത് മാത്രം പോരല്ലോ, സിനിമ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വേണം. പിന്നെ സ്ക്രീൻ പ്ലേക്കകത്ത് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സാധനം ഒന്നും തന്നെ ഇല്ല. സ്ഥിരം ഇവർ വരിക, സ്കൈ ടീം വരിക, എന്നിട്ട് ഈ ഇൻഡിജിനസ് പീപ്പിളിനെ അറ്റാക്ക് ചെയ്യുക, അവർ ലാസ്റ്റ് പണി വാങ്ങി പോവുക. ഇത് തന്നെ. അപ്പോൾ ഇത് അങ്ങനെ കണ്ടിരുന്നു എന്നല്ലാതെ, പിന്നെ സ്കൈ പീപ്പിൾ കേട്ടോ, സ്കൈ ടീമെല്ലാം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിരുന്നു, പക്ഷെ ബോറടിയില്ല. കാരണം ഇത് നമ്മളൊരു പ്ലാനറ്റോറിയത്തിൽ പോയ പോലെ ഈ 3D ഗ്ലാസും വെച്ചിട്ട് ഇങ്ങനെ വിഷ്വൽസും ഗംഭീര സൗണ്ടിങ്ങും കൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാം. അപ്പോൾ ഈ മറ്റു 2 അവതാറും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ മസ്റ്റായിട്ട് ഇത് കാണണം. കാരണം ഇനി അവതാർ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു വേൾഡ് നമുക്ക് റീവിസിറ്റ് ചെയ്യാന്നല്ലാതെ പുതുതായിട്ട് ഒന്നുമില്ല. നത്തിങ് നോവൽ, നത്തിങ് ന്യൂ, അങ്ങനെ ഒരു ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ക്യാരക്ടേഴ്സൊക്കെ സെയിം. എവിടെയാണോ ദ വേ ഓഫ് വാട്ടർ നിർത്തിയത് അതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇതിൽ 2 വേൾഡും ഉണ്ട്, കടലും ഉണ്ട്, അവിടുത്തെ ജീവികളുണ്ട്, മറ്റേ കാട്ടിലെ പഴയ ടീമൊക്കെ ഉണ്ട്. മറ്റേ ടീം സ്കൈ പീപ്പിളും സെയിം തന്നെ. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് അത് ആദ്യത്തെ ബിൽഡിങ്, അതായത് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ കുറേ കാട്ടിൽ പോയി വിളിച്ചിരുന്ന് അങ്ങനെ അവിടെ പോയി ഇവിടെ പോയി, പിന്നെ അവസാനമാകുമ്പോഴേക്ക് ലാസ്റ്റ് ഒരു 1.5 hour ആകുമ്പോഴാണ് ഈ വെട്ടിപ്പൊക്കെ കത്തിക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കൽ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അതിന് മുൻപുണ്ടെങ്കിലും അത്ര കാര്യമായിട്ടില്ല. പിന്നെ കുറച്ച് ഇമോഷണൽ സാധനം, കുറച്ച് ഡ്രാമാറ്റിക് സാധനം, മനസ്സിലായില്ലേ, പിള്ളേരൊക്കെ വെച്ച്, പിന്നെ ഒരു പ്രസവമൊക്കെ ഉണ്ട്, ഡെലിവറി, പിന്നെ മക സാധനം, അങ്ങനെ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ആ ചെറിയ കുട്ടിയെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ജെയിംസ് കാമറൂൺ ഈ പരിപാടി നിർത്തേണ്ട സമയമായി. കാരണം അത് മടുത്ത്. പുള്ളിക്ക് എന്തോ ഒബ്സഷനാണെന്ന് തോന്നുന്നു, ഈ അവതാർ ഒബ്സഷനാണെന്ന് തോന്നുന്നു. പുള്ളി മതിയാവുന്നില്ല തോന്നുന്നു, ഇത് ഇങ്ങനെ ചെയ്തിട്ട് പുള്ളി അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ആവശ്യമില്ല, നിർത്തിക്കണം, മതി. സംഭവം പരിപാടി ഓവറായി തുടങ്ങി. ഓവറായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല പുതുതായിട്ട്. വീണ്ടും ഇങ്ങനെ ഇത് തന്നെ അവർ വരുന്നു, വീണ്ടും അടികൂടുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു, ഇങ്ങനെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്. പിന്നെ കുറേ സ്റ്റോറി ടെല്ലിങ് പോലെ ഇങ്ങനെ അതും പറഞ്ഞ് ഡ്രാമാറ്റിക്കായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ഒരു നോവലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ഒരു ക്രിയേറ്റർ എന്തിനിത് തന്നെ വീണ്ടും ചെയ്ത് പിന്നെ അത് സമയം പോകുന്നു. അദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ പ്രായമായി. അപ്പം വേറെ എന്തെങ്കിലും ഒരു തീം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും. കാരണം അയാൾ അങ്ങനെയുള്ള ഒരാളാണ്, വൺ ആൻഡ് ഓൺലി പീസോ. അപ്പോൾ അദ്ദേഹം ഈ അവതാരം കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ സമയം കഴിഞ്ഞ്. അപ്പോൾ അതാണ് ഓവറായി പരിപാടി, ഓവർ. അപ്പോൾ അതാണ് എനിക്ക് അവതാർ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരിക്കലും ഇത് മട്ടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ള സാധനമൊന്നുമല്ല. ടെക്നിക്കലി സൂപ്പർ ഗുഡ്, ദ ഫൈനസ്റ്റ് ഫോം. അപ്പോൾ അതാണ് അവതാർ. ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
അവതാർ ഫയർ ആൻഡ് ആഷ് ആരെങ്കിലും കാണുന്നതിൽ ദ ബെസ്റ്റ് തിയേറ്റർ തന്നെ കാണാം. IMAX-ൽ നിന്നും പോയി കാണാൻ എല്ലാവർക്കും പറ്റില്ല, പക്ഷേ എന്നാലും നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ബെസ്റ്റ് അറ്റ്ലീസ്റ്റ് 4K അറ്റ്മോസുള്ള പിന്നെ തിയേറ്റർ തന്നെ കാണും. പിന്നെ കുട്ടികളെ തീർച്ചയായിട്ടും കാണിക്കാവുന്നതാണ്. കാരണം ഈ 2022-ലും 2009-ലും എന്തായാലും കുട്ടികൾ കണ്ടു കാണില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ കാണിക്കാം, ഫാമിലിയായിട്ട് പോയി കാണാം. ഇതിലെങ്ങനെ ഓവർ വയലൻസോ ഇൻറ്റിമേറ്റ് സീൻസോ അങ്ങനെയൊന്നുമില്ല. 16+ ആണ് സ്റ്റിൽ കുട്ടികൾ കയറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. ഈ വേൾഡിലേക്ക് കയറി കഴിഞ്ഞാലേ അവർ എന്തൊക്കെയാണ് അവർക്ക് കാണാൻ പറ്റുക. ക്രീച്ചേഴ്സ്, സീ, അണ്ടർ വാട്ടർ സീൻസ്, കാട്, മറ്റ് പരിപാടികളിൽ പറക്കുന്നതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫയർ ആൻഡ് ആഷ്.